ചേച്ചി സെന്ററിലേക്ക് ഇങ്ങോട്ട് അങ്ങോട്ട് ഞാൻ ആലോചിക്കുന്നത് എങ്ങനെ ഈ ഫോട്ടോ ഞാൻ എടുത്തു തീർക്കുന്നുള്ളതാണ്. താങ്ക് യു. ഇതിലേക്കൊന്ന് നോക്കി അവിടെ നിന്നാലോ? കുറച്ച് ആൾക്കാരുണ്ട്. അതെ ഇനിയിപ്പോ ഫോട്ടോ എടുത്തു എടുക്കണ്ടവർ ഒന്ന് നമ്മളൊന്നും എന്നോട്ടേക്കാക്കി പോവില്ല. ചേച്ചിക്ക് നാണം വന്നോ? ചേച്ചിക്ക് നാണം ചേച്ചി ഫോട്ടോ എടുത്തോ? ഷെഡ് ഓറാക്കരുത്. എനിക്ക് പാതിരാത്രിക്ക് എല്ലാരും നല്ല ഗംഭീര അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കരിയറിലെ ഒരു മുഴുനീള പോലീസ് വേഷമാണ്. എങ്ങനെയുണ്ട് ഇപ്പൊ എല്ലാരും കണ്ടപ്പോ? സന്തോഷം. എല്ലാരെയും കണ്ടപ്പോ ഭയങ്കര സന്തോഷം. ഇതേ അതുല്യ, നമ്മുടെ കന്യാസ്ത്രീ ആയിട്ട് അഭിനയിച്ച ആള്. ഇത് നിങ്ങക്ക് പരിചയമുണ്ടോന്ന് അറിയില്ല. ഈ സിനിമ ഇങ്ങനെ ആക്കിയതിന്റെ ഉത്തരവാദി ഇല്ലേ? ഞാൻ വിളിക്കണ റത്തീനെയാണോ എന്നൊക്കെ ചോദിക്കുന്നത്. നവീൻ ചേച്ചി നല്ലൊരു സുഹൃത്താണെന്നാണ് പറഞ്ഞപ്പോ നേരമായി മാമിനെ കാണാൻ വേണ്ടി ആകാംക്ഷയോടെ എല്ലാവരുടെയും തിരക്കിൽ മാറിയിരിക്കണം. ഒരാരും വിടുന്നില്ല മാമിനെ. ഞങ്ങൾക്കൊരു സെൽഫി കണ്ടോളൂ. ഞങ്ങളൊരു സെൽഫി എടുക്കാം. ഓണാക്കി തരുമോ? എന്റെ അമ്മയുടെ അതേ പാസ്വേഡ് എങ്ങനെ ഓണാക്കും? ചേച്ചി എന്റെ തന്നു. ചേച്ചി ആലോചിക്കേണ്ടത് എന്റെ ഫോണെല്ലാം അങ്ങനെ പറയാം. പക്ഷെ പാസ്വേഡ് ഞാൻ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനുണ്ട്. എടുത്തേക്കാക്കാൻ പറ്റുമോ? സെറ്റല്ലേ? ഇനി ഒരു പരാതി പറയല്ല. റെഡി? 1 2 3 5 എല്ലാരും ഇങ്ങനെ ഓൺ ചെയ്തിട്ട് അടുത്തേക്ക് വരും. കറക്റ്റ് പോർട്രേറ്റിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ മാത്രം ഫോക്കസിലേക്ക് കൊടുക്കും. റെഡി? ഓളൊക്കെ കണ്ടപ്പോ രോമാഞ്ചം വന്നോ? രോമാഞ്ചം കാണുമ്പോ രോമാഞ്ചം വന്ന പോരെ? ട്രൈ ചെയ്ത് നോക്കാം. നമ്മളെങ്ങനെ ഇങ്ങനെ മൂവിയിൽ കളിക്കാം. പ്രതിസന്ധി എന്ന് വെച്ചാല് ബെൽറ്റ് നല്ല ടൈറ്റ് ആയിരുന്നു. മൊത്തത്തിലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഡ്രസ്സും ടൈറ്റ് ആയിരുന്നു. പിന്നെ കാണുന്ന പോലെ അല്ല. നല്ല പാട്ട് പോലീസാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങനെ കണ്ടിട്ടില്ല. റോഡിന് ശേഷമാണ് അങ്ങനെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പോലീസ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പൊ അത് എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യുമ്പോൾ? എനിക്ക് മൊത്തത്തില് പോലീസ് ക്യാരക്ടർ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും, ആൾക്കാർക്ക് ഇഷ്ടാവോ? കാരണം എന്നെ അങ്ങനെ ഒരു ഇമേജ് ഇല്ലല്ലോ. അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. മക്കളെ ഇതൊന്നും ബൈറ്റ് കൊടുക്കട്ടെ. നിന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നിന്റെ കൂടെ ഞാൻ ഫോട്ടോ എടുത്തതാ. എല്ലാം ഓർമ്മയാണേ. അപ്പോ അതെ, എനിക്കും അതുകൊണ്ട് തന്നെയാണ്. അപ്പോ എന്റെ ആ ഫ്ലോ അങ്ങ് പോയി. പോലീസ്. അപ്പൊ അങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വലിയ കുഴപ്പമില്ലാതെ വർക്കായി തോന്നുന്നു. ഇവരൊക്കെ ഡ്രസ്സൊക്കെ എന്നാലും പോലീസ് സ്റ്റേഷനിൽ ഇഷ്ടമായി എന്നൊക്കെ ഇവരെല്ലാരും പറഞ്ഞു. സന്തോഷമായി. ഇനി ഒരു ആക്ഷൻ വേഷം കൈകാര്യം ചെയ്യാൻ താല്പര്യമുണ്ടോ? അങ്ങനെയൊക്കെ വന്നാൽ അങ്ങനെ ട്രൈ ചെയ്യും. അടിപൊളിയല്ലേ? വെറൈറ്റി. ഇന്നലെ ഒരു ആക്ഷൻ ഇട്ടത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു, വൈറലായിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഒരു നടുറോട്ടിലെ പാട്ട് അതാണോ? അല്ലല്ല, ബൈറ്റ് ചോദിച്ചപ്പോ ആക്ഷൻ, ലോകയുടെ കാര്യം ചോദിച്ചപ്പോ ഒരു ആക്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇട്ടങ്ങ് പോയി. പക്ഷെ സാധനം കണ്ടില്ല ഞാൻ.
ഈ കല്യാണരാമൻ പോലെയുള്ള പടങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടോ? അതുപോലെയുള്ള പിന്നില്ലേ, അതാണ് ഏറ്റവും ഇഷ്ടം. കഴിഞ്ഞ അടുത്ത പടം ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ ഭയങ്കര സെലക്റ്റീവ് ആണല്ലേ? കൂടുതൽ ഡാൻസ്, പലപ്പോഴും അഭിനയം. അല്ല, പ്രേക്ഷകരുടെ സ്നേഹം കാണുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അടുത്ത സിനിമ ചെയ്ത് വീണ്ടും അത് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരുക്കപ്പെടുന്നത്. കുറെ കാലത്തിന് ശേഷമല്ലേ തിയേറ്ററിൽ ഇത്രയും നിറഞ്ഞ് കയ്യടിയും ചേച്ചിയോട് സെൽഫിയും ഒക്കെ എടുക്കുന്ന ഈ ഒരു ഒന്നും ഞങ്ങൾക്ക് പണ്ടില്ലല്ലോ. നമ്മൾ തിയേറ്റർ വിസിറ്റേ ചെയ്തിട്ടില്ല. നമ്മളെപ്പോഴെങ്കിലും സിനിമ സൗകര്യം പോലെ ഷൂട്ടില്ലാത്തൊരു സമയത്ത് ഫ്രീ കിട്ടിയ എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി ഞാൻ കണ്ടിട്ടുമില്ല. ഇപ്പൊ പക്ഷേ തിയേറ്റർ വിസിറ്റ് എന്ന് പറയുന്ന അതങ്ങനെ ഒരു ഇങ്ങനെയല്ലേ, എന്താ പറയാ, അതൊരു ചടങ്ങാണല്ലോ. ഇപ്പൊ സിനിമ റിലീസ് ആവുന്നു, ആർട്ടിസ്റ്റുകളൊക്കെ തിയേറ്ററിൽ പോകുന്നു, അങ്ങനെ. പാതിരാത്രി എത്ര വട്ടം കണ്ടു? ഞാൻ ഇന്നലത്തെ ഒരു പ്രാവശ്യം, പിന്നെ അതിന് മുന്നേ നമ്മള് ആൾക്കാരെല്ലാരും വിളിക്കും 2 പ്രാവശ്യം. ചേച്ചി തിയേറ്ററിൽ വന്ന എല്ലാവരുടെയും കൂടി ചേച്ചി സെൽഫി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ സാധാരണ അങ്ങനെ മറ്റു നടിമാരൊന്നും അങ്ങനെ എല്ലാവരും കൂടെ അങ്ങനെ എടുക്കാൻ നിന്ന് കൊടുക്കാറില്ല. അപ്പൊ ചേച്ചി താഴേക്കടയിൽ നിന്ന് വന്ന ഒരു ഏറ്റവും താഴേന്ന് വന്നതുകൊണ്ടാണോ അങ്ങനെ ഒരു? അല്ല, അതായത് സത്യം പറഞ്ഞ ഇത് വേറെ ട്രോളാക്കിയൊന്നും മാറ്റത്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര എന്നെ ആൾക്കാരൊന്ന് തിരിച്ചറിയുന്നുണ്ടോ എന്ന് ഞാനിങ്ങനെ നോക്കിയിട്ടുണ്ട്. ഇത് തുണിക്കടയിലൊക്കെ പോണ സമയത്ത് ഞാൻ ഇഷ്ടത്തിൽ അഭിനയിച്ച് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനിങ്ങനെ ഇഷ്ടം നല്ല ഹിറ്റായല്ലോ. അപ്പൊ എന്റെ വിചാരം ഒറ്റ പടത്തിൽ അഭിനയിച്ചാൽ തന്നെ എന്നെ എല്ലാവരും തിരിച്ചറിയുന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. അപ്പൊ ഞാൻ എന്നിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആൾക്കാരെ മൊത്തം നോക്കും, ഇവർക്ക് എന്നെ മനസ്സിലാവുണ്ടോ, ഇവരെന്നെ മനസ്സിലാവുന്നു. ചിലരിടത്തൊക്കെ ഞാൻ തന്നെ ചെന്ന് നൈസായിട്ട് പറയും, ഇഷ്ട സിനിമയില്ല അതിൽ നായികയായിട്ട് അഭിനയിച്ച ആളാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടില്ലേ. അപ്പൊ ഇവരുടെ സ്നേഹം കാണുമ്പോൾ, ഇവർ നമ്മളൊപ്പം ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് ഒരിക്കലും നമ്മൾ ആഗ്രഹിച്ചത് എന്തോ അല്ലേ നമുക്ക് തിരിച്ചു കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് അതൊരു ബേർഡനായിട്ട് ഒരിക്കലും തോന്നാറില്ല. പിന്നെ വല്ല ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ വീട്ടിൽ വന്നിട്ട് സായ എന്താ പറഞ്ഞു? ഇല്ല, ഞാൻ ഇന്നലെ പ്രൊമോഷനെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി. പിന്നെ ഒരുപാട് ലേറ്റായി, അപ്പോഴേക്കും അവൻ ഉറങ്ങി, നിങ്ങൾ കണ്ടില്ല. പിന്നെ അവൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ രാവിലെ വീണ്ടും പ്രൊമോഷൻ ഇറങ്ങി. അത് ഞെട്ടിപ്പോയി. നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഉടനെ ഉണ്ടായിരുന്നല്ലോ, ഞാൻ പേടിച്ചാ പോയത്. ഓക്കെ, സെറ്റ് അല്ലേ?